നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തരാടി എന്റെ കൃഷ്ണ മാധവ, മനോജ് സംബന്ധ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നതിന്റെ കാരണം നിങ്ങൾ ആരും അവനോട് ചോദിച്ചില്ലേ? ഇല്ല. കുറുപ്പാ ആള്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനോജെ ഒറ്റ മോളായ ഹരിതയെ പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതിന്റെ പകയും ദേഷ്യവും ഒക്കെ അയാൾ ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടാവും. മനോജിന്റെ ചങ്കി തട്ടുന്ന അനുഭവം വല്ലതും കുറുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണും. അതാ അവൻ ഇങ്ങോട്ട് പോന്നത്. ഇവിടെ ഇപ്പം മനോജിന്റെ അവസ്ഥ ഒട്ടും സുരക്ഷിതമല്ല. പകയുള്ളവനാ പ്രകാശൻ. പണത്തിന്റെ കാര്യത്തിൽ ഒടുങ്ങാത്ത ആർത്തി. പണം മോഷ്ടിക്കാൻ ശ്രമിച്ച മനോജിനോട് ഇനിയും അവൻ ക്ഷമിച്ച മട്ടൊന്നുമില്ല. മനോജിന്റെ മേലെ ചാടി വീഴാൻ കാത്തിരിക്കുക പ്രകാശൻ. തമ്മിൽ തർക്കവും വാക്കേറ്റവും ഒന്നും വേണ്ടെന്ന് നീ പ്രകാശനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ശരിക്കൊന്ന് ഉപദേശിക്കുകയും വേണം. മുറിയിൽ കയറി പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള ദേഷ്യ പ്രകാശേട്ടന്. അല്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ഒരു 10 പൈസ കൊടുക്കോ? 1 രൂപ ഈ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് അവൻ ചെലവാക്കിയിട്ടുണ്ടോ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ പ്രകാശൻ. മോളെ, നിന്നെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പേ, അതായത് പ്രകാശും മനോജും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, മനോജിന്റെ കയ്യിലെ മാധവൻ പലപ്പോഴായിട്ട് കൊടുത്ത ചില്ലറ പൈസയെ മോഷ്ടിച്ചവനായി ഈ പിശുക്കൻ പ്രകാശൻ. മനോജ് അത് കയ്യോടെ പിടിച്ചു. അപ്പൊ പിന്നെ വളർന്നു വന്നപ്പോഴും അത് മനോജിന്റെ ഉള്ളിലും കാണാതിരിക്കുവോ? മനോജിന് ആവശ്യം വന്നപ്പോ അവനും പ്രകാശന്റെ പണം ഇസ്കി ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയതാരാ? ഈ പ്രകാശം തന്നെയാ. എങ്ങനെ കഴിഞ്ഞിരുന്നൊരു കുടുംബവാ. ഇപ്പൊ ചേട്ടാ അനുജന്മാര് മുഖത്തോട് മുഖം നോക്കിയാ കീരിയും പാമ്പുവാ. കലികാലം. പ്രകാശ് വന്നോളൂ. നീ പോയി മനോജിനെ വിളിച്ചോണ്ടോ. പ്രകാശേട്ടൻ വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.